ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങ അച്ചാറാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് കടുമാങ്ങ അച്ചാർ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം ആകാറായി. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബൊന്നും വലുതായിട്ടില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് ഇതിനകത്ത് ഇടുന്നതാണ്. എല്ലാവരും മടിക്കാതെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ 2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്, പിന്നെ പച്ചമുളക് വേണം, പിന്നെ കറിവേപ്പില വേണം. ഇനി എണ്ണ ചൂടാക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ പാത്രം വെച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം കടുകിടുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇടണം. വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടിയതിന് ശേഷം അതിനകത്ത് പച്ചമുളക് ഇടണം. ഇനി ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. കാശ്മീർ മുളക് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. അത് നമ്മൾ ആവശ്യത്തിന് അതിനകത്ത് ആഡ് ചെയ്യണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ അതിലേക്ക് തട്ടണം. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ആക്കണം. ഇനി അവസാനമായി വേണ്ടത് വിനാഗിറാണ്. ആവശ്യത്തിനുള്ള വിനാഗിർ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണ് കടുമാങ്ങ അച്ചാർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.